എല്ലാരും ഡ്യൂട്ടിയിലാ. പിന്നെ ലീവ് എടി ഞങ്ങൾക്ക് ഓണവുമില്ല സംക്രാന്തിയും ഇല്ല. അയ്യോ സംക്രാന്തി ആ ബസ് സ്റ്റാൻഡ് മൂലൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തിനിരിക്കുന്ന ദൈവത്തിന് മാത്രം അറിയാം. ഞാൻ വന്നേക്കാം, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വന്നേക്കാം. നീ ഒന്ന് വെച്ചിട്ട് പോവോ? ആ ശരി. അത് വേണ്ട, കാര്യങ്ങൾ നോക്കി ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറം ഇരിക്കും. നീ വീട്ടിൽ ഇരിക്കേണ്ട വരും. എന്താ നമ്മളൊക്കെ ഇത്ര നാളെ എന്തെങ്കിലും സംഭവം സംഭവം എന്ന് മനസ്സിലായില്ലേ? നമ്മുടെ സ്വിഫ്റ്റ് ബസ് ഓടിക്കുന്ന സുഭാഷ് ഇല്ലേ, അവനെ പിരിച്ചു വിട്ടുന്ന ജോലിയിൽ നിന്ന്. കൂട്ടുകാരനെ ബൈക്കേ കയറി ടൂർ പോയെന്ന്. കൂട്ടുകാരന്റെ ബൈക്കിൽ കയറി ടൂർ പോയി പിരിച്ചു വിടുക? തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് അവൻ ഓടിക്കുന്ന വണ്ടി പോവാറുണ്ട്. ആലപ്പുഴ ആയപ്പോ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി. ഈ സമയത്ത് അവൻ കൂട്ടുകാരന്റെ ബൈക്ക് വന്ന് അതേ കയറി വാഗമണ് ടൂർ പോയി. പിരിച്ചു വിടണ്ടേ അവനെ? കയ്യിലിരിപ്പാണ് അവന്റെ. അത് നന്നായുള്ളൂ. അതെ സാറേ, നമ്മുടെ വണ്ടി എടുക്കേണ്ട സമയം സാർ എവിടെ പോയി കിടക്കായിരുന്നു? വണ്ടമേലൊക്കെ നമ്മുടെ ആകെ ഒരൊറ്റ വണ്ടി ഉള്ളൂ അറിയാലോ. വണ്ടി എടുക്ക് സാറേ. സാരി നീ ബഹളം വെക്കല്ലേ. ആ സ്റ്റേഷൻ മാസ്റ്റർ എന്നെ വിളിച്ച ഒരു കാര്യം പറഞ്ഞായിരുന്നു. അങ്ങേര് ഇങ്ങനോട് പറഞ്ഞോ? എന്നോടും പറഞ്ഞേ. എന്നാന്ന്? ഐ ലവ് യു. നീ അങ്ങ് ചെന്ന് കേറിയിട്ട് പറഞ്ഞായിരിക്കും. അതല്ലെന്ന്, ഓണമൊക്കെ അല്ലേ, അതുകൊണ്ട് ആളുകൾ ആരെങ്കിലും വന്നാൽ മാത്രം വണ്ടമേടിന് ട്രിപ്പ് പോയാൽ മതി, അല്ലെങ്കിൽ ലീവ് ആക്കാന്ന്, ട്രിപ്പ് മുടക്കാന്ന്. എന്റെ ദൈവമേ, ഞാൻ ഒരു പൈൻ്റെ അടുത്ത് ഞാൻ ഒന്ന് അടിച്ച് പൊളിക്കാൻ ഓണം ഞാൻ തകർക്കാൻ. എന്റെ രാജേഷ് സാറേ, ലീവ് കിട്ടാൻ ഞാൻ വീട്ടോട്ട് പെട്ടെന്ന് ഓടി പോണം. എനിക്ക് എന്താണ് ഇത്ര വലിയ തിടുക്കം വീട്ടിൽ പോകാൻ? അതെ, ഇന്ന് എന്നെ പിന്നാടാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. ഇവിടെ 150 ആൾക്കാർ നിന്നെ കാണാൻ വേണ്ടി. ഇതുവരെ കല്യാണം ഒന്നും സെറ്റ് ആയില്ലേ? അത് എന്താന്നറിയോ, എന്റെ സങ്കല്പത്തിനനുസരിച്ച് ഒരു ഭർത്താവിന് എനിക്ക് കിട്ടണ്ടേ. എന്താണ് മാഡത്തിന്റെ സങ്കല്പം? സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൂല് പറിക്കുന്ന ആളായിരിക്കണോ? അതല്ല, അതിങ്ങനെ ചപ്പാത്തി പരത്തോ? അതല്ലെന്ന്. എന്ത് സങ്കല്പാണ്? എന്റെ സങ്കല്പം തന്നെ, ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോ ചൂടോടെ ഒരു ഗ്ലാസ് ചായ എടുത്ത് തരണം. അതായത് ജോലിക്ക് പോകുമ്പോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കയ്യിൽ തരണം. പിന്നെ ഞാൻ വൈകുന്നേരം വീട്ടിൽ പോകുമ്പോ വീടൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി. അത് മാത്രല്ല, രാത്രി 2 അടിച്ചിട്ട് നഗരം നഗരം മഹാസാഗർ നാക്ക് കുഴയാതെ പാടണം. അപ്പൊ നിനക്ക് വേണ്ടത് ഭർത്താവിനെയല്ല, വൈകിട്ട് ഷെയറിട്ട് അടിക്കാൻ ഒരു പങ്കാളിയാണ്. തമാശോട്. അതെ, സാർ എന്നെ കളിയാക്കുന്നുണ്ടല്ലോ. സാറിന്റെ നിശ്ചയം കഴിഞ്ഞിട്ട് കുറെ കാലയിൽ എന്നാ കല്യാണം? 18-ന് എന്റെ കല്യാണം. എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുമല്ലേ? വെഡിങ് റിംഗ് പണയം വെച്ചു. കല്യാണത്തിന്റെ കുടുംബസമേതം ഞാൻ ഇപ്പോഴേ ക്ഷണിച്ചേക്കാണ്. പിന്നെ അല്ലാതെ. അതെ, ഇതിന്റെ കത്ത് തിരുമലക്ക് പോണോ വേണ്ടിയോ? ഒരു പണി ചെയ്യേ, വണ്ടി പോണ സമയം ഇതുവരെ ആരും വന്നിട്ടില്ല. വണ്ടമേട് ബസിന്റെ ബോർഡ് എടുത്തങ്ങ് മാറ്റ്. മാറ്റുന്ന ബസിന്റെ ബോർഡ് എടുത്ത് മാറ്റി. നമ്മൾ പോകണം. വണ്ടമേടിലേക്കുള്ള ബസ് ഇവിടെ അല്ലേ, ആളുണ്ട്. പിന്നെ വണ്ടമേടിലേക്കുള്ള ബസ് വിടരുതെന്ന്. വണ്ടമേടിലേക്കുള്ള ബസ്സല്ലേ പോണത്? അയ്യേ, എന്താണ് ഇങ്ങനെ കണ്ണിറുക്കി കാണിക്കണത്? കാണിച്ചത് നിങ്ങളെന്ത് പരസ്പരം അങ്ങനെ കാണിച്ചിട്ടല്ലേ കാണിക്കണത്? എന്താണ്? അല്ല, എനിക്ക് വണ്ടമേടിലേക്ക് ഒന്ന് പോണം. മാനെ, വണ്ടമേടിലേക്ക് പോകണമെങ്കിൽ ബസ് കയറണമല്ലോ. വണ്ടമേടിലേക്ക് എന്താ? അല്ല, എവിടെ പറയണ്ട്? ഇത് ആരാ? ഞാൻ ഡ്രൈവറാണ്. ഡ്രൈവർ നമ്മള് നന്നായി. അപ്പം നമുക്ക് വണ്ടമേടിലേക്ക് ഞാനും ഉണ്ട്. അവിടെ ഒരു അത്യാവശ്യമുണ്ട്. അത് കണ്ടക്ടറോട് പറയാം, പുള്ളിക്കാരി ബെല്ലടിച്ചാലേ വണ്ടി പോകുള്ളൂ. കണ്ടക്ടർ മണി അടിച്ചാലേ വണ്ടി പോകുള്ളൂ. അതൊരു ഭയങ്കര സംഭവമാകട്ടെ. ഈ KSRTCക്ക് മാത്രമേ ഇങ്ങനെ ഒരു സംഭവം ഉള്ളൂ. നമ്മൾ കണ്ടക്ടർ 2 ബെല്ലടിക്കുമ്പം വണ്ടി അങ്ങോട്ട് പോകുക, 1 ബെല്ലടിക്കുമ്പോ വണ്ടി അങ്ങോട്ട് നിൽക്കുക. ഇതിന് ബ്രേക്ക് സംഭവമൊന്നും ഇല്ലെന്നാ ഞാൻ ചോദിക്കണേ. മനസ്സിലായി? അല്ല അതെന്താന്നറിയാ പാപ്പ, നല്ലൊരു ദിവസമായിട്ട് ഞങ്ങൾക്കൊരു ലീവ് വേണമല്ലോ. പ്രത്യേകിച്ച് ഞാനൊരു പെണ്ണാണ്. ഒരു പെണ്ണാവുമ്പോ വീട്ടിൽ ഓണത്തിന് എന്തോരം ബുദ്ധിമുട്ടെന്നറിയാ പാപ്പ. രാവിലെ എണീക്കണം, ഓണം ഒരുക്കണം, പായസം ഒരുക്കണം, വീടും പഴമൊക്കെ അടിച്ചു വൃത്തി തുറക്കണം. എന്തോരം കഷ്ടപ്പാണ്ടെന്നറിയോ നിങ്ങൾക്ക്? ഓണായിട്ടെന്നല്ലെന്നേ, എല്ലാ ദിവസവും പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്തോന്ന് പ്രശ്നം? ആണുങ്ങളാണെങ്കിൽ ഓണായിട്ട് എവിടുന്നെങ്കിലും ചില്ലറ ഒപ്പിച്ചിട്ട് അവര് ബിവറേജിൽ പോയി നിൽക്കണം, നിൽക്കണം, സാധനം മേടിക്കണം, അതുകൊണ്ടൊന്ന് അടിക്കണം, ഏതെങ്കിലും ബ്ലൗസ് ഒട്ടി കിടക്കണം, പിന്നെ അവിടുന്ന് കുപ്പി വരെ എടുത്ത് സൂക്ഷിച്ചു വെക്കണം. 20 രൂപയുണ്ട്. അപ്പാ, ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിച്ചാ, ശരിക്കേ ഇന്ന് വണ്ടമേടിന് പോകേണ്ട ആവശ്യമുണ്ട്? നമുക്ക് ഇന്നിവിടെ കിടന്നിട്ട് നാളെ രാവിലെ ഫസ്റ്റ് വണ്ടിക്ക് അങ്ങ് പോയാലോ? ശരി കൊച്ചേട്ടാ. അല്ല, ചില കൊച്ചേട്ടന്മാർ അങ്ങനെ പറയൂല്ലോ, വീട്ടിൽ വന്ന് കഴിയുമ്പോ ഇന്ന് കിടക്ക് നാളെ പോകാന്നൊക്കെ അങ്ങനെ പറയുന്നത്. KSRTC സ്റ്റാൻഡല്ലേ. എനിക്ക് നാളെ പോയിട്ട് കാര്യമുണ്ട് കുഞ്ഞ്. എന്ത് കാര്യമാണ് നാളെ? എന്റെ മൂത്ത പെങ്ങളുടെ മോടെ കല്യാണമാണ്, ഉഷയുടെ കല്യാണം. നാളെ അല്ലേ കല്യാണം? നാളെ നാളെ പോയാ പോരെ? ഇന്ന് അവിടെ പോയിട്ട് തലേദിവസമാണല്ലോ.
രണ്ടെണ്ണമൊക്കെ അടിച്ച് അവിടെ കിടക്കേണ്ട ഇയാള് സമയം ഒറ്റ ഒരുത്തൻ മനസ്സിലായോ? അപ്പൊ അവിടെ പോകേണ്ട കേസുണ്ട്. നമ്മള് ഇന്ന് വട്ടമേട്ടിലേക്കുള്ള ബസ് ഇന്ന് തന്നെ പോയെങ്കിൽ കാര്യങ്ങൾ നടക്കും. സാറേ ട്രിപ്പ് മുടങ്ങുന്ന തോന്നുന്നു ഇയാള്. സാർ ഒറ്റക്ക് വണ്ടി ഓടിച്ച് പോയത് ഞാൻ വരില്ല കേട്ടോ. അല്ലല്ല, നീ സംഭവം ഞാൻ റെഡിയാക്കി തരാം. സംഭവം റെഡിയാക്കി തരാം. സാധനം ഉണ്ടോ? സാധനമുണ്ട്, വെള്ളമുണ്ട്. വെള്ളം എടുക്കട്ടെ? വെള്ളം എടുക്കട്ടെ? നശിപ്പിക്കാനാണോ? 2 പെഗടിച്ചോർത്ത് എന്താണ് നശിക്കാൻ പോകുന്നത്? 2 പെഗടിച്ച് നശിക്കുകയല്ല. അല്ല, വെള്ളം ഒഴിച്ചത് നശിപ്പിക്കാനാണോ? അത് ശരി, എനിക്കറിയാം. റൈഡ് അടിക്കാൻ കേട്ടോ, വെള്ളമൊന്നും വേണ്ട, ഡ്രൈ അടിച്ചോളാം. ഇത് കുടിക്കാൻ വണ്ടമേടി വരെ പോകേണ്ടി വന്നില്ല. അവിടെ കല്യാണത്തിന്റെ തലേദിവസം അതിൽ അടിച്ചു പൊളിക്കാൻ പറ്റും, അത് നന്നായി. പിന്നെ നിങ്ങള് പിന്നെ ഇത് ഓണമായിട്ട് ഇങ്ങനെ പ്രശ്നമില്ല. സംഭവം പുള്ളി അടിച്ചു കഴിഞ്ഞാൽ സംഭവം നമുക്ക് എങ്ങനെയൊന്നും മുടക്കാൻ പുള്ളി വണ്ടമേടിന് അടിക്കാൻ വേണ്ടി പോണല്ലോ. ഇവിടെ സാധനം കിട്ടില്ല. അത് കുറച്ച് ബോധം പോയാൽ മതി. ഓക്കെ അല്ലേ? സാധനം അടിച്ച് എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? സാധനം അടിച്ച് നല്ല സാധനം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ പറഞ്ഞ പോലെ നമുക്ക് വണ്ടമേടിലേക്ക് അങ്ങ് പോകാം. അല്ല, നീ എന്തിനാ വണ്ടം മേടിച്ചെന്നാല് പെഗടിക്കാൻ വേണ്ടിയല്ല, അത് ഇവിടുന്ന് അടിച്ചില്ലേ? വണ്ടം മേടിച്ചെന്നിട്ട് അടിക്കാൻ വേണ്ടി അത് ഇവിടുന്ന് അടിച്ച് ഓക്കെ ആയില്ലേ? അല്ല, നമ്മളിപ്പോ വണ്ടം മേടിച്ചത് തലേ ദിവസമല്ലേ, നാളെ രാവിലെ കല്യാണമല്ലേ. അതിന് കല്യാണം സംഭവം എന്ന് പറഞ്ഞാല് എനിക്കൊരു 1000 രൂപ ദക്ഷിണ കിട്ടണം. 1000 രൂപക്ക് പോട്ടെ. എന്റെ മോള് ഉഷ, അവളെ എനിക്ക് 1000 രൂപ ദക്ഷിണ വെച്ചിട്ട് അവളെ ഈ കല്യാണത്തിലേക്ക് കിടക്കുള്ളൂ. അപ്പൊ ആ കാശ് മേടിക്കണ്ടേ? 1000 രൂപയ്ക്ക് ഞാൻ ഇവിടെ പോകും. നമുക്ക് 500 വെച്ച് പിരിവിട്ടിട്ട് നമുക്ക് സംഭവം ഓണം അടിച്ച് പൊളിക്കണ്ടേ? നീ കൊടുക്ക്, പൈസ എടുത്ത് കൊടുക്ക്. പെട്ടെന്ന് കൊടുക്ക്, പെട്ടെന്ന് കൊടുക്ക്. അതെന്നാ അറിയാമോ, നമ്മള് അവിടെ ഉഷമോളെ ദക്ഷിണ മേടിക്ക്. എന്റെ ദക്ഷിണ ഉഷമോടെ കല്യാണത്തിന് ദക്ഷിണ മേടിക്കണമല്ലോ. ദക്ഷിണ അടക്കാൻ പറ്റില്ലെന്നില്ല. ഗ്രഹിക്കണം. ഓക്കെ ഓക്കെ അല്ലേ? ദക്ഷിണ കിട്ടി? ഓക്കെ അല്ലേ? സംഭവം ദക്ഷിണ കൊടുത്തു, നീ സംഭവം ഓക്കെയാണ്. എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടു. അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെയാണ്. നീ ഇപ്പൊ സംഭവം ഓക്കെ ആണല്ലോ? വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് നേരെ വണ്ടമേട്ടിലേക്ക് അങ്ങ് പോയേക്കാം. നീ എന്തിനാണ് വണ്ടമേട്ടി പോണത്? വണ്ടമേട്ടി പോകണ്ടാ. നിങ്ങളിപ്പോ മദ്യം ചോദിച്ചു, അത് വണ്ടമേട്ടി ചെന്ന് ഇവിടുന്ന് ഞാൻ തന്നു, ദക്ഷിണ തന്നു. നീ എന്തിനാണ് പോണത്? കല്യാണം കാണണ്ടേ? എനിക്ക് എന്റെ ഉഷമോളുടെ കല്യാണം കാണണ്ടേ? ഉഷമോളുടെ കല്യാണം കാണാ. അത് ആൽബത്തിൽ കണ്ടാ പോരെ? ആൽബത്തിൽ കണ്ടാ മതി. ഉഷമോള് എന്റെ അനുഗ്രഹം മേടിച്ച് 1000 രൂപ ദക്ഷിണ മേടിച്ചിട്ട് ഞാൻ പറ്റിക്കണ തുല്യാവത്തില്ലേ? അങ്ങനെ പറ്റില്ല. കല്യാണം കാണണം, കല്യാണം കാണണം. ഞാൻ ഒരു രീതിയിലും എടുക്കണില്ലോ. ഞാൻ ചെറിയൊരു സംഭവം ഇടാൻ വേണ്ടി പോവാണ്. ഒറ്റയ്ക്ക് കൂടെ നിന്നാ മതി. ഒറ്റ സംഭവമുള്ളൂ. എനിക്ക് വണ്ടി വിട്, വണ്ടമേടിലേക്ക് വണ്ടി. കെട്ട് കണ്ടാ പോരെ? ഉഷമോളെ ഇവിടെ വന്നി. കെട്ട് കണ്ടാ പോരെ? എന്താ നിന്റെ കെട്ട് കാണും? കെട്ടുവാണേ. കെട്ട് കഴിഞ്ഞ് നന്നായി വരും മോള്, നന്നായി വരും. കല്യാണം കഴിഞ്ഞില്ല, എന്റെ ഉഷമോള് കല്യാണം കഴിഞ്ഞില്ല, അത് മതി. ഫലം വെക്കണ്ടേ? പന്തലില്ല, എനിക്ക് വില വെച്ചു. സന്തോഷം. ഓക്കെ അല്ലേ? കല്യാണം കണ്ടല്ലോ? ഓക്കെ അല്ലേ? കല്യാണം കണ്ട എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. എന്റെ ഉഷമോള സന്തോഷമായിട്ട് ജീവിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞങ്ങൾ വിട്ടോട്ടെ എന്നാ. പിന്നെ ഓക്കെ. അപ്പൊ പറഞ്ഞു എടി, നാളെ ഫസ്റ്റ് ചാനൽ കാണാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ. രാജേട്ടാണോ? അതെന്താണ് നീ ഇത്ര നാളെ എന്നെ വിളിച്ചോണ്ടിരുന്നത്? രാജേഷ് സാറേ. പിന്നെ എന്തിനാണ് ഇപ്പൊ പെട്ടെന്ന് ഒരു രാജേഷ് ഏട്ടൻ? എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലേ? താലി കെട്ടിയ പുരുഷനെ ഞങ്ങള് സ്ത്രീകള് ഏട്ടാന്ന് വിളിക്കും. അയ്യേ, ഞാൻ പുരുഷനാണ്. എന്താണ് ഈ പറയണത്? നമ്മൾ ഓണാഘോഷിക്കാൻ വേണ്ടി ഡ്രാമ കളിച്ചത്. നിങ്ങൾക്ക് ഡ്രാമ ആയിരിക്കും, എനിക്കിത് ജീവിതമാണ്. എന്റെ താലിയും കെട്ടിട്ട് ഇപ്പൊ എന്നെ വേണ്ടാന്ന് ഞാൻ ഏട്ടന്റെ കൂടെ വരും. എന്റെ കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞു. എൻഗേജ്മെന്റ് അല്ല കഴിഞ്ഞു, താലി കെട്ടിയില്ലേ? വാ നമുക്ക് വീട്ടിൽ. എന്താണ് ഈ പറയുന്നത്? എനിക്ക് വീട്ടിൽ പോണോ? പ്രശ്നം അപ്പാ താലി കെട്ടിട്ട് ഇപ്പൊ തന്നെ ഉപേക്ഷിക്കാന്ന്. നീ താലി കെട്ടിട്ട് ഉപേക്ഷിക്കണോ? അല്ലാതെ അപ്പാ ഞങ്ങളൊരു കോമഡിക്ക് വേണ്ടി വേറെ കോമഡിക്കൊന്നല്ല. താലി കെട്ടിയ സമയത്ത് മനസ്സിൽ മംഗളവാദ്യവും താളമേളം ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കേട്ടില്ലല്ലോ മംഗളവാദ്യം. എന്റെ മനസ്സിലുള്ള കാര്യ പറഞ്ഞത്. ഞാൻ പോവൂല. എനിക്ക് ഉഷനെ താലി കെട്ടിട്ട് നീ ചുമ്മാ ഉപേക്ഷിച്ചു പോകണം. എന്റെ ചേച്ചിയുടെ മോളെ നീ കെട്ടി, പെങ്ങളുടെ മോളെ കല്യാണം കഴിച്ചിട്ട്
അയ്യോ, എന്താണ് ഈ കാണിക്കുന്നത്? സംസാരിക്കല്ലേ അപ്പാപ്പ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്ത്? നിങ്ങൾ ഈ കളിച്ചോണ്ടിരിക്കുന്നത് എന്റെ ജീവിതം വെച്ചാണ് നിങ്ങൾ കളിച്ചോണ്ടിരിക്കുന്നത്. നീ ഇത്രയും നേരം നിന്റെ ജീവിതം വച്ചല്ല കളിച്ചത് ഇവിടെ. നീ വണ്ടൻ മോഡിന് പോണ ആ KSRTC ബസ് വെച്ചാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ കളിച്ചത്. ഞാൻ കാര്യം പറഞ്ഞേക്കട്ടെ അപ്പാപ്പ, എന്റെ ഉള്ളിൽ തീയാണ്. നിങ്ങൾ ഈ പ്രശ്നം എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ പര്യവസാനിപ്പിച്ചോണം. നിങ്ങൾ ഇപ്പൊ കല്യാണം കഴിച്ചതിക്ക് ആ. ഒരു കാര്യം പറഞ്ഞ് ഇത് പര്യവസാനിപ്പിക്കാം. എന്നാ പറ. ഹാപ്പി ഓണം. Kannan Devi Group presents West on Flowers Aka Ponnunakazha 2025.